ഹായ് ഹലോ നമുക്ക് A4 സൈസ് പേപ്പർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കണതെന്ന് നോക്കാം കേട്ടോ. ഇതുപോലെ മടക്കുക പേപ്പർ. രണ്ടാമത് മടക്കണ മടക്കൽ ഒപ്പത്തിന് മടക്കാണ്ട് കുറച്ച് കയറ്റി വെച്ച് മടക്കാന്ന് വെച്ചാൽ നമ്മൾക്ക് ഗമ്മ് ഒട്ടിക്കേണ്ടതാണ് അതിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ട് വേണം മടക്കാനായിട്ട്. എന്നിട്ട് അതിൽ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ പശ തേക്കുക, ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഒരു ഷീറ്റല്ല കേട്ടോ, ഈ ഒരു പൂവിന് വേണ്ടി വരാം. ഒരു 10 ഷീറ്റെങ്കിലും, അതായത് A4 സൈസ് പേപ്പർ ഒരു 10 എണ്ണമെങ്കിലും ഉണ്ടായാൽ നല്ലത്. 12, 13, 11 ഒക്കെ വേണമെങ്കിൽ ആക്കാം നമുക്ക്. ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതിനെ നടുമടക്കിയിട്ട് നിവർത്തിയിട്ട് വീണ്ടും അതിൻ്റെ ഇടയിൽ ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കുക. ആ ഗമ്മ് തേക്കണത് ഏകദേശം സെൻട്രലായിട്ട് തേക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ ചെയ്യണ 11 ഷീറ്റാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തേക്കണേ. ഈ 11 ഷീറ്റിലും ഏകദേശം ഈ ഒരു സെൻറ്റർ കീപ്പ് ചെയ്തിട്ട് ഒട്ടിക്കണം കേട്ടോ. നമുക്ക് റൂമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് വോളിലൊക്കെ നമുക്കൊരു എന്താ പറയുക, ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഈ പൂവ് നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ വരച്ച് കൊടുക്കുക. ഈ വരച്ച് കൊടുക്കണതിലാണ് നമ്മുടെ പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളത് തീരുമാനിക്കണം. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് വരച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ഒരു 11 ഷീറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. എൻ്റെ ഓറഞ്ച് കുറച്ച് കുറവുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതിലൊരു ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണേ. എന്നിട്ട് ഇങ്ങനെ 11 ആക്കിയിട്ടുണ്ട്. അതിങ്ങനെ കളറ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഈ പശ തേക്കണത് ഈ ഒരു സ്ഥലത്ത് തന്നെ തേക്കണം കേട്ടോ. അതായത് സൈഡുകളിലും അങ്ങനെ ഒന്നും ഒട്ടിക്കരുത്. ഇപ്പം ഞാൻ തേക്കണ പോലെ സെൻറ്ററിലായിട്ടും അടിയിലായിട്ടും തേക്കണമെന്ന് വെച്ചാൽ അപ്പോഴാണ് നിവർത്തുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഇതളുകളും ആ ഒരു ഇതിൽ വരുള്ളൂ കേട്ടോ. നമുക്ക് നിവർത്തുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. 11 എണ്ണവും ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം ഇത് നിവർത്തുക. 11 എണ്ണം ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിവർത്തി കൊടുത്തിട്ട് ഇവിടെയും ജസ്റ്റ് ഒന്ന് പശ തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലെ തോന്നണില്ലേ, സെൻട്രലായിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് പശ തേച്ച് ഒട്ടിച്ചിട്ട് നമുക്ക് വല്ല മുത്തൊക്കെ വേണമെങ്കിൽ, ഇപ്പം ഞാനിത് തെർമോക്കോളിൻ്റെ ബോളാണ് വെച്ചേക്കണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത് നമുക്ക് നമ്മുടെ എന്താ പറയുക, സീലിങ്ങുമൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ വോളിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.